കേരളക്കരയിലെ പ്രഗത്ഭനായ യുവ പണ്ഡിതൻ ഉസ്താദ് റഹ്മത്തുള്ള കാസ്മി ഡയറക്ടറായിക്കൊണ്ടാണ് ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ പ്രവർത്തനത്തിൽ തുടക്കം കുറിച്ചത്. ആദ്യമായി കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ക്ലാസ് ആരംഭിക്കുകയും തുടർന്ന് നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഏകദേശം 100ഓളം വരുന്ന സെന്ററുകളിലായിക്കൊണ്ട് 1,00,000-ലധികം വരുന്ന പഠിതാക്കൾ ഇദ്ദേഹത്തിന്റെ കീഴിൽ ഖുർആൻ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കേവലം കുട്ടികൾ പഠിക്കുന്ന ഒരു സംവിധാനമല്ല, മറിച്ചുകൊണ്ട് അതിനപ്പുറം പ്രായമായവരും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ വിശാലമായ ഒരു വിദ്യാർത്ഥി സമൂഹം ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളക്കരയിലെ സമീപകാലത്ത് കണ്ട ഏറ്റവും പ്രഗത്ഭനായ കഴിവുള്ള പണ്ഡിതൻ ചെറുപ്പക്കാരനായ ഉസ്താദ് റഹ്മത്തുള്ള കാസ്മിയുടെ ആ നേതൃത്വം ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയ നേട്ടവും പുരോഗതിയും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ആദരണീയനായ മുഖ്യാതിഥി ജനാബ് ഹസ്നുദ്ദീൻ ഉവൈസി സാഹിബ് അവർകളെ, ബഹുമാനപ്പെട്ട ഫാദർ വിൻസെന്റ് അറക്കൽ, ബഹുമാനപ്പെട്ട ശ്രീ PS ശ്രീധരൻ പിള്ള, സമാദരണീയനായ ഉസ്താദ് റഹ്മത്തുള്ള കാസ്മി അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായ സമാദരണീയരായ ഉലമാക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധ റമദാനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന 9ാം വാർഷിക പ്രഭാഷണ വേദിയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അടിസ്ഥാനമാക്കി സമൂഹത്തെ പഠിപ്പിക്കുവാനും പരിശുദ്ധ ഖുർആന്റെ ആഴത്തിലേക്ക് ജനസമൂഹത്തെ കൊണ്ടുപോയി ആത്മീയ ഉത്കർഷത നേടിയെടുക്കുവാനുള്ള മഹത്തായ സംരംഭമാണിത്. കേരളത്തിനകത്തും പുറത്തും ലക്ഷത്തിലേറെ പഠിതാക്കൾ ആദരണീയനായ ഉസ്താദ് കാസ്മി അവരുടെ ഈ സംരംഭത്തിൽ പങ്കാളികളാവുകയും വളരെ കൃതാർത്ഥരായിക്കൊണ്ട് അവരുടെ ജീവിതം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ അധിഷ്ഠിതമാക്കുകയും പരിശുദ്ധ ദീനിന്റെ മാതൃക വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ വേദി मोहतरम उस्ताद व मौलाना रहमतुल्लाह कासमी साहब, फादर विंसेंट Arakkal, various dignitaries seated on the dais, political leaders of different political parties. I am very honored, and it is a great privilege that has been bestowed on me by Samasta Kerala Jamiat Ulama of having inviting me over here to deliver an inaugural address on the Quran studies. And this is a great and pious meeting wherein the teachings of Quran
the message of Quran will be delivered by Ustad Rahmatullah Hashmi and other important people. I only stand here for the time that has been allotted to me in sharing the little bit knowledge I have. The topic that was given to me by Munir Sahab when he spoke to me that I should come here was on humanity. My dear brothers, if we read the Quran Kareem, the Quran Kareem contains 114 surahs and 1 ayah. ഒരു പ്രഭാഷണം നടത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനാബ് ഉവൈസി വളരെ മനോഹരമായിട്ട് ഇന്നത്തെ ചർച്ചാ വിഷയം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു, വളരെ ഗഹനമായിട്ടുള്ള വിധത്തിൽ. റഹ്മത്തുള്ള ഖാസിമി അതിന്റെ ചൂട് വെച്ചാണ് ഇനി ഈ 10 ദിവസം മുന്നോട്ട് പോകാൻ പോകുന്നത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. ഞാൻ ഖാസിമിയെ കുറിച്ച് പറയുമ്പോൾ 2002 ഞങ്ങള് യൂറോപ്പിൽ വെച്ചൊരു ജേർണലിസ്റ്റുകളുടെ സെമിനാർ നടത്തി. അപ്പൊ അന്ന് വളരെ പ്രഗത്ഭരായ ജേർണലിസ്റ്റുകളും സാഹിത്യകാരന്മാരും ഉണ്ടായിരുന്നു. അതിൽ കുറച്ചുപേര് യൂറി അൻവറി എന്ന് പറയുന്ന ഒരു ഇസ്രായേൽ ജേർണലിസ്റ്റ്, പലസ്തീനക്കാർക്ക് വേണ്ടി വാദിക്കുന്ന ഏറ്റവും വലിയ ജേർണലിസ്റ്റ്, ഓസ്ട്രേലിയക്കാരനായ ജോൺ പിൽജർ, ബ്രിട്ടീഷുകാരനായ റോബർട്ട് ഫിസ്ക്, ഇസ്രായേൽ നോവലിസ്റ്റുകളായ ആമോസ് ഓസ്, അബ്രഹാം, ഇതെല്ലാം സംഘടിപ്പിച്ചത് കാത്യ എന്ന് പറയുന്ന ഒരു ഇറ്റലിക്കാരിയായിരുന്നു. ഈ ഒരു സെമിനാർ അന്ന് യൂറി അൻവറി ഒരു കാര്യം അന്ന് സൂചിപ്പിച്ചു. ഫലസ്തീനക്കാർക്ക് സ്വാതന്ത്ര്യം പണ്ടേ കിട്ടുമായിരുന്നു, അവർക്കൊരു മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഖാസിമി റഹ്മത്തുള്ളയെ ഫലസ്തീനേക്ക് ലഹിച്ചു കഴിഞ്ഞത് 15 ദിവസം കൊണ്ട് മൂപ്പര് ഫലസ്തീനേക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കും. ഖാസിമിക്ക് ഞാൻ പറയുകയായിരുന്നു, ഈ തലച്ചോറിൽ നിന്നല്ല പുള്ളിയുടെ പ്രസംഗങ്ങളും സംഭാഷണങ്ങളൊക്കെ വരുന്നത്, മൂപ്പര് ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന, പുള്ളിയുടെ പേര് തന്നെ റഹ്മത്തുള്ള, റഹീം, ദൈവം കാരുണ്യവാനാണ് എന്നുള്ള ആ പേര് വഹിക്കുന്ന ആളാണ് അദ്ദേഹം. ആ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന് ഈ 15 ദിവസം കൊണ്ട് ഫലസ്തീനക്കാർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ പറ്റും. കാശ്മീരുടെ ഉപ്പ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. മൂപ്പരോട് ഇരിപ്പുണ്ട് സ്റ്റേജില്, ഫലസ്തീനേക്ക് അയക്കാനായിട്ട് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഖാസിമി റഹ്മത്തുള്ള നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പൊതുമുതലാണ്. അദ്ദേഹത്തിന്റെ ഈ സംരംഭത്തിന് എല്ലാ തരത്തിലുള്ള മംഗളങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ,
ബഹുമാനമുള്ള ഉമറാക്കളെ, സ്നേഹനിധികളായ യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, ഈ വേദിയുടെ 2 ഭാഗങ്ങളിലായി സിമ്പലായി തൂക്കിയിട്ടുള്ള സൂചിയും നൂലും പോലെ തുന്നിച്ചേർക്കേണ്ട മനസ്സുകളെ, വിട്ടുപോയ മനസ്സുകളെ തുന്നിച്ചേർക്കുക എന്നതാണ് ഈ ഒരു പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്നും മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഏകദേശം 11 മണി ആയി. പരമാവധി ഞാൻ വിഷയങ്ങളെ കുറക്കാം. എങ്കിലും ഇന്ന് മാത്രം ഒരു ചെറിയ ഒരു സൗകര്യം എനിക്ക് ചെയ്തു തരണം. ബാങ്ക് കൊടുത്താലും ഒരല്പം നേരം ഞാൻ സംസാരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ വിഷയത്തോട് പകുതി പോയിട്ട് കാൽഭാഗം പോലും നീതി പുലർത്താൻ കഴിയാതെ വരും. ഈ സദസ്സിനേക്കാൾ പ്രധാനം ഇത് കേൾക്കാനുള്ള ഹിന്ദു, മുസ്ലിം, ക്രിസ്തീയരായ ലക്ഷക്കണക്കായ ആളുകൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ചില കാസറ്റുകൾ കൊണ്ട് നമ്മെ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നുപോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആർക്കും ഒരു ഈർഷ്യതയും തോന്നരുത്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പരിപാടി നിർത്തുന്നതാണ് നമ്മുടെ പൊതു രീതിയെങ്കിലും, എപ്രാവശ്യവും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളതെങ്കിലും ഇന്ന് പരിപാടി തുടങ്ങാൻ 11 മണിയായി. ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ വിശിഷ്ടാതിഥികളെ ആദരിക്കുക എന്നത് നമ്മുടെ ഒരു വലിയ കടമയായതുകൊണ്ട് അങ്ങനെ വന്നുപോയതാണ്. നിങ്ങളൊക്കെ വിഷയത്തോട്, നിങ്ങൾ ഈ കാണുന്ന സദസ്സല്ല ഇതിന്റെ സദസ്സ്, ഇതിനപ്പുറം ഇതിന് ലക്ഷക്കണക്കായ, ഒരുപക്ഷെ കോടിക്കണക്കായ ജനങ്ങളുടെ ഒരു സദസ്സ് ഇതിന്റെ പിന്നിൽ വരാനുണ്ട് എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഞാനിവിടെ എണീറ്റ് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഭൂമിയിൽ അല്ലാഹു നൽകിയ സ്വർഗമാണ് നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ എന്നതാണ്. അത് യാതൊരു സംശയവുമില്ല. ഇത് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പറയുന്ന വാക്കുകൾ തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രദേശങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു സ്വർഗം എന്ന് പറയാവുന്ന ഒരു മണ്ണ് ഭൂമിയിൽ ഇന്ത്യയെ പോലെ കണ്ടിട്ടില്ല. സ്വർഗം എന്ന് പറയാൽ എന്നാൽ ഭൗമ സ്വർഗത്തിനെ കുറിച്ച് പുണ്യനബി പറഞ്ഞത്, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടാവുക എന്നതിനെ കുറിച്ച് പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൈക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഭൂമിയിലെ സ്വർഗം എന്നതിനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് വിഭവങ്ങൾ അധികരിക്കലല്ല. വിഭവങ്ങളെല്ലാം ഉണ്ട് എന്നതിന് പുറമെ വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ് എന്നാണ് പുണ്യനബി പറഞ്ഞത്. മനസ്സ് നിറയുന്ന അവസ്ഥ എന്നാണ്. ജുമായും ജമാഅത്തും നടക്കുന്ന 3 ലക്ഷം പള്ളികളുള്ള ലോകത്തെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ജുമായും ജമാഅത്തും കൃത്യമായി നടക്കുന്ന 3 ലക്ഷം പള്ളികളാണ് ഇന്ത്യയിൽ. ഇത് ലോകത്തെ തന്നെ അത്ഭുതമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ളത് ഇന്തോനേഷ്യയിലാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും പള്ളികളുള്ളത് ഇന്ത്യയിലാണ്. ലോകത്തെ രാജ്യത്തിന്റെ റവന്യൂ വരുമാനം കൊണ്ട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങളും ചിലപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടി സഹകരിച്ചുകൊണ്ട് നന്മക്കും അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിനും വേണ്ടി സംഭാവന ചെയ്യുകയാൽ കോടിക്കണക്കിന് രൂപയുടെ ലോകത്തെ ഒരു ചെറിയ സംസ്ഥാനത്ത് നന്മയുടെ മലരുകൾ വിടർന്നു വരാൻ വേണ്ടി ഇത്രയേറെ അധ്വാനവും ഇത്രയേറെ പണവും ചെലവഴിക്കുന്ന ഒരു രാജ്യം ലോകത്തുള്ളതായി കാണുകയില്ല. വിശേഷിച്ചും കേരളത്തിൽ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഒരു പ്രഭവ കേന്ദ്രമാണ് കേരളം എന്നതുകൊണ്ട് ഈ പ്രസംഗത്തിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വം എന്നുകൂടി നാം ചിന്തിക്കേണ്ടതാണ്. കോഴിക്കോട്ടിന്റെ കാര്യം ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാറ് പറഞ്ഞപ്പോൾ വിലപ്പെട്ട ചില വാക്കുകളാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. അതൊരു തങ്കലബികളാൽ ചേർക്കപ്പെടേണ്ട ചരിത്രം തന്നെയാണ്. പല സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വ്യാപിക്കാൻ ഇവിടെയുള്ള ആളുകൾ
അതിനെ തടഞ്ഞു എന്നത് ഏറ്റവും വലിയ ഒരു ഹൃദയമുള്ള ഒരു നേതൃത്വം ഇവിടെ നിലനിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി തന്നെ എടുത്തു കാണിക്കുകയാണ്. അതുകൊണ്ട് ഒരു സ്വർഗമായ ഭൂമിയെ, ലോകത്തെ ഒരു സ്വർഗമായ ഒരു മണ്ണിനെ നരകമാക്കാൻ ശ്രമിക്കരുത്. ലോകത്തെ സ്വർഗം എന്ന് പറയാവുന്ന പ്രദേശം തന്നെയാണ് നമ്മുടെ ഭാരതം. അല്ലാഹു തആല അതിന്റെ ആ ഒരവസ്ഥ നിലനിർത്തുമാറാകട്ടെ. ഞാനത് പറഞ്ഞത് മനസ്സുകൊണ്ടാണ്, വെറും വാക്ക് പറയുകയല്ല. ഭൂമിയെ കാണുമ്പോൾ, സ്വർഗത്തെ കാണുമ്പോൾ അത് ഭൂമിയാണോ എന്ന് ധരിച്ചു പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്വർഗീയ സാഹചര്യം ഉണ്ടാകുമല്ലോ മണ്ണിന്. അത് നിലനിൽക്കുന്ന ഈ മണ്ണ് ഒരിക്കലും നരകമായി പോകാൻ പാടില്ലാത്തതാണ്. അതെന്ത് വില കൊടുത്തും നാം തടയുകയും നമ്മുടെ ആയുസ് ആ ഒരു ധർമ്മത്തിന്റെ നിർവഹണത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഇസ്ലാമിന്റെ മാനവികമായ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും പടച്ചിരിക്കുന്നു. കുല്ലുക്കും മിൻ ആദമ വ ആദമ മിൻ തുറാബ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെല്ലാം അവരാരായാലും, അവർ ഹിന്ദു ആകാം, ക്രിസ്ത്യാനിയാകാം, പാഴ്സിയാകാം, മതമുള്ളവനാവാം, ഇല്ലാത്തവനാകാം. കുല്ലുക്കും മിൻ ആദമ വ ആദമ മിൻ തുറാബ് എന്ന്, എല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വിവിധങ്ങളായ ഗോത്രങ്ങളും വിവിധങ്ങളായ ആളുകളും നിറങ്ങളും വർണ്ണങ്ങളും ചാർത്തിയത് സത്യത്തിൽ നിങ്ങൾ തിരിച്ചറിയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി. രാത്രിയെയും പകലിനെയും വ്യവച്ഛേദിച്ചതുപോലെ അതിന്റെ പിന്നിൽ ഇലാഹിയായ ചില പ്രത്യേകമായ താല്പര്യങ്ങൾ നിലനിൽക്കുന്നു. അത് മനുഷ്യന് വളരെ ഗുണകരമായി ഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഭൂമി, ഇവിടെയുള്ള മനുഷ്യരെ കുറിച്ച് വളരെ ഏകമാനമായ ഒരു കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിക ദഅവ പ്രവർത്തനം, മാനുഷികമായ ധർമ്മത്തെ, മാനവികതയെ മറികടന്നൊരു ദഅവത്ത് ഉണ്ടാകരുത് എന്ന്. എന്താണ് ഇസ്ലാമിക ദഅവത്തിന്റെ? അല്ലാഹു തആല സ്വർഗ്ഗം ഒരുക്കി വച്ചിരിക്കുകയാണ്. ദഅവത്തിന്റെ ലാഭം, ദഅവത്തിന്റെ രീതി എല്ലാം പറഞ്ഞിട്ടുണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ വലാ തസ്താവിൽ ഹസനതു വലസ്സയ്യിഅ ادفع بالتي هي احسن فاذا الذي بينك وبينه عداوه كانه ولي حميم وما يلقاها الا الذين صبروا وما يلقاها الا ذو حظ عظيم. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ഒരാളുമില്ല. ഏറ്റവും നല്ലവൻ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചവനാണ്. എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക? നീ മുസ്ലിം ആകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയല്ല. വഅന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എനിക്ക് ഈ സംസ്കാരമുണ്ടായത് എന്ന് പറയാൻ കഴിയുന്നവനാണ് ഏറ്റവും നല്ല പ്രബോധകൻ എന്ന് സൂറത്ത് ഹാമീം സജ്ദയിൽ അല്ലാഹു പറയും. പിന്നെയോ വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, ഏതൊരു സമൂഹത്തോടും ഏതൊരു വിഭാഗത്തോടും നിങ്ങൾ നന്മ കൊണ്ടും തിന്മ കൊണ്ടും പ്രതികരിച്ചാൽ അതിന്റെ രണ്ടിന്റെയും ഫലം ഒന്നാവുകയില്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, എപ്പോഴും നിങ്ങൾ നല്ലതുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാണ്. എന്തും എങ്ങനെയും നിങ്ങൾ ഒരു വിഭാഗത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് കൊള്ളരുതാത്തതായ കാര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ നല്ലതുകൊണ്ട് പ്രതികരിക്കാൻ തീർച്ചയായും തയ്യാറാണ്. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ മീം, നിങ്ങൾ ഏതൊരു തിന്മ ഒരാൾ നിങ്ങളോട് ഇങ്ങോട്ട് ചെയ്താലും
ഏതൊരു അതിക്രമം ചെയ്താലും നന്മ കൊണ്ട് നിങ്ങൾ പ്രതികരിച്ചിരുന്നുവെങ്കിൽ അവർ നിങ്ങളുടെ ആത്മസുഹൃത്തായി മാറും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തും. യോസഫിന്റെ കൈവട്ടിയവരോട് സാന്ദർഭികമായി എനിക്ക് ഹാമയും സജദയുടെ ഈ ഹൃദയസ്പൃക്കായ വാക്കുകളാണ് അവർക്ക് മുന്നിൽ ഓടിവെക്കാനുള്ളത്. അള്ളാഹുവിന്റെ സന്ദേശത്തിൽ നിന്നും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രഖ്യാപനങ്ങളിൽ നിന്നും നമ്മൾ അനാവശ്യമായ ചില അധ്വാനങ്ങളിലേക്കും വ്യായാമങ്ങളിലേക്കും കടന്നുപോയി സമൂഹം ഇന്ന് നാശത്തെ അഭിമുഖീകരിക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല, ഇത് രണ്ടിനൊരു ലാഭമുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും ആ വിഷയം. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹ അസ്സമാവാതു വൽ ഉഇദ്ദത് ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. ശ്രദ്ധിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹാന്മാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അല്ലാഹു അവരുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ വേദിയെയും സദസ്സിനെയും അല്ലാഹു ധന്യമാക്കി തരട്ടെ. ചിന്തിക്കുക, നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഓടി മത്സരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടി മത്സരിക്കണം. സ്വർഗം അല്ലാഹു തആല വെച്ചിട്ടുള്ളത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. ആരാണ് മുത്തഖീങ്ങൾ? മുത്തഖീങ്ങൾ ആര്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ക്ഷേമത്തിലും ക്ഷാമത്തിലും ചെലവഴിക്കുന്നവരാണ്. പിന്നെയോ വൽ കാളിമീനൽ ഗൈള, ദേശത്തെ കടിച്ചമർത്തുന്നവരാണ്. വൽ ആഫീന അനിൻ നാസ്, അരുതാത്തത് ആരെങ്കിലും ചെയ്താൽ മാപ്പ് ചെയ്തു കൊടുക്കുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അത്തരം സുകൃതികളോട് അള്ളാഹുവിന് വലിയ താല്പര്യമാണ്. ശ്രദ്ധിക്കുക, ഇതൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്, ശ്രദ്ധിക്കണം. ഇത് വളരെ മർമ്മാണ് ഈ പറഞ്ഞത്. ആല ഇമ്രാൻ 134. الذين ينفقون في السراء والكاظمين الغيظ والعافين الناس. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു തആല സ്വർഗ്ഗം ഒരുക്കി വെച്ചത്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. മുത്തഖീങ്ങളായാലല്ലേ നോമ്പ് വരെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. മുത്തഖിയായാലേ നോമ്പ് സ്വീകരിക്കപ്പെടുകയുള്ളൂ. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു തആല നോമ്പിനെ വെച്ചിട്ടുള്ളത്. മുത്തഖിയായാലേ നോമ്പ് സ്വീകരിക്കും. അങ്ങനെ മുത്തഖിയുടെ രീതികൾ പറയാം. മുത്തഖി എന്നാല് ക്ഷാമത്തിലും ക്ഷേമത്തിലും ചെലവഴിക്കുന്നവരാണ് ഒന്ന്. പിന്നെ വൽ കാളിമീനൽ ഗൈള, നമ്മൾ ചിന്തിക്കണം കേട്ടാ. നോമ്പ് നോക്കുന്ന മുത്തഖിയാകാൻ വേണ്ടിയാ. ആരാ മുത്തഖിയാവുക? മുത്തഖിയാവുക എന്നാല് ക്ഷാമത്തിലും ക്ഷേമത്തിലും ചെലവഴിക്കാൻ കഴിയണം, ഒന്ന്. രണ്ട്, വൽ കാളിമീനൽ ഗൈള, ദേശത്തെ കടിച്ചമർത്താൻ കഴിയുന്നവർ. വൽ ആഫീന അനിൻ നാസ്, ജനങ്ങൾ അരുതാത്തത് ചെയ്യുമ്പോൾ അവരെ മേക്കിട്ട് കയറുകയല്ല, അവർക്ക് മാപ്പ് കൊടുക്കുന്നവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അത്തരം സുകൃതികളോട് അള്ളാഹുവിന് വലിയ താല്പര്യമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം, ഇത് മനസ്സിലാക്കി. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിന്റെ രീതി. ഇസ്ലാമിന്റെ വാതിൽ തുറന്നു നോക്കൽ എല്ലാവരുടെയും ഒരു കടമയും കടപ്പാടും ഒരു ബാധ്യതയുമാണ്. ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് നേരത്തെ കേട്ട വാക്കുകളിൽ ഒരു വേദന തോന്നിയ വാക്കുകൾ, ബഹുമാനപ്പെട്ട ശ്രീധരൻ പിള്ള സാറ് നമ്മോട് പറഞ്ഞ വാക്കുകളിൽ ഇസ്ലാമിനെ കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന വളരെ വലുതാണ്. ഏറ്റവും ചുരുങ്ങിയത് അതിനുള്ള അടിസ്ഥാനപരമായ കാര്യം, അത്തരം കാര്യങ്ങളിൽ ദഅവത്ത് എത്തിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ, എന്താണ് ഈ സമുദായം, എന്താണിത്, എന്താണ് ഇസ്ലാം എന്നറിയേണ്ടതിനെ അറിയേണ്ടത് നമ്മുടെയൊക്കെ ഒരു കടമയും കടപ്പാടുമാണ്. എനിക്ക് ഹിന്ദുമതധർമ്മങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ MTയുടെ 2-ാം ഊഴം വായിച്ചത്. 2-ാം ഊഴം വായിച്ചതിൽ പിന്നെ ഗീത വാങ്ങി. 2-ാം ഊഴം വായിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗീത വാങ്ങിയത്. പിന്നെ ഗീത വായിച്ചു. ബൈബിൾ ഒരു പഴയ ബൈബിളാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ വായിച്ചത് ഉപയോഗത്തിന് കൂടുതൽ കൊണ്ട് അതിന്റെ അലകുംപിടിയും തന്നെ വേർപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു കാര്യത്തിൽ തിരിച്ചങ്ങോട്ട് ഈ ധർമ്മത്തെ എത്തിക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുന്നില്ലേ എന്നത് വേദനാജനകമായ ഒരു സംഗതിയാണ്. വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറാകണം. ഇതാണ് ഇസ്ലാം. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. പിന്നെ മറ്റുള്ളവർ ഇത് നമ്മൾ ചെയ്യാത്ത പക്ഷം എന്താണ് ഉണ്ടാകുന്നത്? ഒരു കൈവട്ടലും പിന്നെ പത്രമാധ്യമങ്ങൾ കാണിച്ച 1.5 മാസമുള്ള കൈവട്ടൽ ആഘോഷവും. അതിലാണ് ഇന്ന് അന്യ സമുദായങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. ഇത് രണ്ടും കരുതി കൂട്ടി തന്നെ ഞാൻ പറഞ്ഞ വാക്കുകളാണ്.
ഒരു കൈവെട്ടലും ആ കൈവെട്ടലിന് ശേഷമുണ്ടായ പത്രമാധ്യമങ്ങളുടെ ഒരു 1.5 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷവും കൂടിയാൽ അതാണ് ഇസ്ലാമിന്റെ ഇന്നത്തെ ഒരു സിംബോളിക് ലൈൻ. ഇവിടെ നിന്നായിരിക്കും മറ്റുള്ളവർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ മുസ്ലിം സമുദായത്തെ ഇനിയും പുറകോട്ട് കൊണ്ടുപോകും എന്നതും വേദനാജനകമായ സംഗതിയാണ്. കാര്യങ്ങൾ വളരെ സ്പഷ്ടമാണ്. ഇസ്ലാം സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, അല്ലാതെ സമാധാനം തന്നെയാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം. സമാധാനം തന്നെയാ. സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് അള്ളാഹു ക്ഷണിക്കുന്നത്. സമാധാനികൾക്ക് സമാധാനത്തിന്റെ വീട് കിട്ടൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദജ്ജാൽ നോക്കൂ, ദജ്ജാൽ വന്ന് സമാധാനത്തെ ഭംഗിക്കും, ഈസ വന്ന് അലൈഹിസ്സലാം സമാധാനത്തെ സ്ഥാപിക്കും എന്ന് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ സമാധാനം നഷ്ടപ്പെടുമോ എന്ന് കണ്ടിട്ട് കഅബാലയം പോലും ഞാൻ അതിന്റെ ദീർഘചതുരാകൃതിയിലാണ് സത്യത്തിൽ കഅബാലയം ആവേണ്ടത്. ഇന്ന് സമചതുരാകൃതിയിലാണ് കാണുന്നത്. സത്യത്തിൽ മുക്കാൽ കഅബയാണ് ഇന്ന് കാണുന്നത്. അത് ദീർഘചതുരാകൃതിയിലാണ്, സമചതുരാകൃതിയിലാണ് അത് ഇന്ന് കാണുന്നത്. പക്ഷെ ദീർഘചതുരാകൃതിയിലാണ് അതിന്റെ രീതി. ഞാൻ ഈ വിഷയം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനത്തിന് കൊടുത്ത വിലയുടെ അതിപ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇവിടെ സൂചിപ്പിച്ചതാണ്. പുണ്യനബി കഅബാലയത്തെ പുതുക്കി പണിയാൻ കഴിയുമായിരുന്നു. എങ്ങനെ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. പക്ഷെ ഒരു സമൂഹത്തിൽ അതൊരു സമാധാനക്കേട് വരുത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഗൗരവമായി ചിന്തിക്കണം. അതുകൊണ്ട് സമാധാനത്തിന്റെ സന്ദേശമാണ് സത്യത്തിൽ ഇവിടെയും മാനവ സന്ദേശം. സാന്ദർഭികമായി ഞാനിവിടെ വിളക്കി ചേർക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയേണ്ടതുള്ളത് കൊണ്ട് സാന്ദർഭികമായി ചില കാര്യങ്ങൾ നിങ്ങളെ മുന്നിൽ അറിയിക്കുകയാണ്. മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഗീതയിൽ ഈ ഭാഗം പറയുന്നു. ആരാണ് ഹിന്ദു? ഹിന്ദും അത് മനസ്സിലാക്കണം. ആരാണ് ഹിന്ദു? എന്താണ് ഹിന്ദുധർമ്മം? ആരാണ് ഹിന്ദു? അത് മനസ്സിലാക്കേണ്ടത് അവരുടെയും ഒരു ബാധ്യതയാണ്. വേദാവിനാശിനം നിത്യം യേന മജമവ്യയം കഥം സ പുരുഷ പാർത്ഥകം ഘാതയതി ഹന്തികം. അല്ലയോ പാർത്ഥ? അതായത് തേരിലിരുന്ന് കൃഷ്ണൻ അർജുനൻ ഉപദേശിക്കുന്ന ഭാഗമാണ് സത്യത്തിൽ. അതാണ് ആ ഉപദേശങ്ങളാണ് ഗീതോപദേശം. അതാണ് ഭഗവത്ഗീത. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്ലോകം. 21ാമത്തെ ശ്ലോകമാണിത്. എന്റെ വ്യാഖ്യാനവും ഞാൻ പറയാം. തേരിലിരുന്ന് തേരിനെ പൂട്ടുകയാണ്. ജേതാവാണ് കൃഷ്ണൻ അർജുനൻ ഉപദേശിക്കുക. എന്താ പറഞ്ഞതിന്റെ ആശയം സമ്പൂർണമായി നമുക്കൊന്നും വേണ്ടത്ര അറിയാത്തൊരു ഭാഷയാണ്. എങ്കിലും അതുകൊണ്ട് അതിന്റെ പണ്ഡിതന്മാർ അത് നൽകുന്ന വ്യാഖ്യാനവും രീതിയും ഞാൻ ഇവിടെ വിശദീകരിക്കുകയാണ്. അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമങ്ങളില്ലാത്തവനും ആണെന്നവരെ അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊലക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? അഥവാ ഇതാണ് യഥാർത്ഥ ഹൈന്ദവത. ഇതാണ് ഗീതോപദേശം. അവതാരങ്ങളിൽ പ്രധാനപ്പെട്ട അവതാരമാണ് കൃഷ്ണന്റേത്. ആ കൃഷ്ണാവതാരത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം ഇതാണെന്ന് ഗീത നമ്മുടെ മുന്നിൽ എടുത്തു വെക്കുന്നു. ധർമ്മം മാത്രമാണ്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ധർമ്മം മാത്രമാണ് സ്ഥാപിക്കുക. ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ എന്ന ആ ഒരു കൺസെപ്റ്റിന് പകരം അവതാരങ്ങൾ എന്ന് പറയുക. ഞാൻ അതിന്റെ ഇന്നും രീതികളിലേക്ക് വരുന്നില്ല. പക്ഷേ ആ ധർമ്മത്തിന്റെ ഒരു നിലവാരത്തെ ആ സമുദായവും നമ്മളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. മറ്റൊരുത്തനെ കൊല്ലുക, മറ്റൊരുത്തന്റെ മേൽ മേക്കിട്ട് കയറുക, മറ്റൊരുത്തനെ ആക്രമിക്കുക, അവനൊരിക്കലും ഹിന്ദു എന്ന് പറയാൻ സാധ്യമല്ല എന്ന്. ഹിന്ദുവിലെ പണ്ഡിതനെ സന്യാസി എന്ന് പറയും. സത്യത്തിൽ എന്താണ് ഈ സന്യാസി? സനസ്യമാണ്. സത്യത്തിൽ സ്വത്വത്തെ നശിപ്പിക്കുകയാണ്. താൻ ഇല്ലാതെയാവുക, വേറൊരാളെ നശിപ്പിക്കല, സ്വന്തത്തെ ഇല്ലാതെയാക്കുകയാണ്. അതാണ് സന്യാസം, അതാണ് സന്യാസി. സന്യാസത്തിൽ നിന്ന് സന്യാസി ഉണ്ടായി. അതായത് സ്വത്വത്തെ ഇല്ലാതാക്കുക. ലോകത്തിന്റെ ധർമ്മത്തിന് വേണ്ടി സ്വയം ഒരുങ്ങിത്തീരുന്നവനാണ് സന്യാസി. അവരാണ് ഹൈന്ദവ പണ്ഡിതന്മാർ. എങ്ങനെ വേറൊരാളെ മേക്കെട്ട് കയറാൻ ആ മതവിഭാഗത്തിന് കഴിയും? അതവരും ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം.
പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. വളരെ ഗൗരവമായ ഒരു സന്ദേശമാണ്. എവിടെയും ധർമ്മം സ്ഥാപിക്കുക. ആരൊക്കെ മർദ്ദിതരാണോ ആ മർദ്ദിതരുടെ പക്ഷത്ത് നിൽക്കുക. അതിനുവേണ്ടിയാണ് അവതാരങ്ങൾ വന്നത് എന്നും എവിടെയൊക്കെ വിനാശത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ആ വിനാശത്തിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ബോധോദയം നൽകലാണ് അടിസ്ഥാനപരമായി ഗീതാ സന്ദേശത്തിന്റെ ആധാരമെന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ബൈബിളിനെയും സാന്ദർഭികമായി ഞാൻ എടുത്തു കാട്ടാം. ബൈബിളും അതിഭംഗിയായി ഈ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ എടുത്തു പറയുന്നുണ്ട്. യെശയ്യാവ് അധ്യായം ഞാനൊന്നുകൂടി ഇന്നലെ ഫാദർമാരെ വിളിച്ച് ഉറപ്പുവരുത്തി. ഞാൻ പറയുന്ന വ്യാഖ്യാനമായി പോകരുതല്ലോ എന്ന നിലക്ക്. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന യെശയ്യാവ് അധ്യായത്തിന്റെ പുസ്തകത്തിന്റെ 9-ാം അധ്യായം 1, 2, 3, 4, 5, 6, 7 വചനങ്ങൾ. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിലനിൽക്കുകയില്ല. പണ്ടവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിൽ മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകും. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്ദാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. അതായത് മനുഷ്യന്റെ ആയുധത്തെ യെശയ്യാവിന്റെ സന്ദേശം പറയുകയാണ്. പ്രവാചകൻ ആ മനുഷ്യനെ ആക്രമിക്കുന്ന ദണ്ഡിനെ ഒടിച്ചു കളഞ്ഞ രീതി പറയുക. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരിപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്കിരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിപ്പിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാവുകയില്ല. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? സയ്യിദുനാ ദാവൂദ്. മഹാനായ സയ്യിദുനാ ദാവൂദ് ആതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മ വഅല്ലമഹു മിമ്മാ യശാ. ഒരു വലിയ സാമ്രാജ്യം കിട്ടിയപ്പോൾ ആ സാമ്രാജ്യം സമാധാനത്തിന് വേണ്ടി നൽകി എന്ന് പറയുക. ആരൊക്കെ അക്രമിയും ആരൊക്കെ അരാജകത്വവാദിയുമാകുന്നോ അവന്റെയൊക്കെ കൈപിടിക്കാൻ വേണ്ടിയാണ് സയ്യിദുനാ ദാവൂദ് വന്നത്. സബൂർ വേദത്തിന്റെ ഏറ്റവും വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹാനായ സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടി ആ ഭാഗം സംസാരിക്കുന്നില്ല. സാന്ദർഭികമായി അതാണ് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് സൂചിപ്പിച്ചതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഒരു മതത്തിന്റെ അനുയായി നമ്മളിവിടെ പരിചയപ്പെടുന്ന പ്രധാനപ്പെട്ട മതങ്ങൾ ഇസ്ലാം, ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം, ഹൈന്ദവ മതം, ക്രിസ്തവ മതം, ഇതെല്ലാം സമാധാന സന്ദേശത്തിൽ അധിഷ്ഠിതമാണ്. ആ മതങ്ങളുടെ ഒക്കെ അവസാനം എന്ത്, അതിന്റെ സത്യം മിഥ്യ എന്ത്, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നതിനല്ല സത്യത്തിൽ അടിസ്ഥാനപരമായ ഇന്നത്തെ സാഹചര്യം. പകരം ആ അനുയായികൾ അതിലേക്ക് മടങ്ങിയാലും ലോക സമാധാനം ഉണ്ടാകും എന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടിയാണ്. ഇത് ഗൗരവമായി നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ കാര്യം പുണ്യനബിയല്ലേ ഏറ്റവും വലിയ മാതൃക. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പേര്? സർവ്വലോകത്തിനും കാരുണ്യമാണ് മുഹമ്മദ് നബി. ഉറക്കെ പറയണം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വലോകത്തിന്റെയും കാരുണ്യമാകുന്നു. കാരുണ്യമെന്ന പേര് തന്നെ കാരുണ്യമെന്ന. അപ്പോൾ ഒരാൾ കരുണയോട് കാണിക്കുന്ന നീതി അവന്റെ പ്രവാചകനോട് കാണിക്കുന്ന നീതിയാണ്. ഇസ്ലാം കാരുണ്യമാണ്. ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. അങ്ങെങ്ങാനും അങ്ങയുടെ കാരുണ്യ മനസ്സുകൊണ്ടാണ്, അള്ളാഹുവിൽ നിന്ന് അങ്ങേക്ക് കാരുണ്യ മനസ്സ് കിട്ടി. ആ കാരുണ്യ മനസ്സുകൊണ്ടാണ് അങ്ങേക്ക് ഈ സമൂഹത്തെ മുഴുവനും കൂടെ നിർത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്നു. അങ്ങെങ്ങാനും പരിശുദ്ധയായിരുന്നുവെങ്കിൽ ലോകം മുഴുവനും അങ്ങേ തൊട്ട് ഓടി ഒളിക്കുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി കാരുണ്യമാണ് മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും അടിസ്ഥാനമാണ്. ഖുർആനല്ലേ വേദഗ്രന്ഥം.
وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ. കാരുണ്യമാണ് അടിത്തറ. അത് കരുണയാണ്, എല്ലാം കരുണയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ആരാ ദോഷിയാവുക? ദോഷിയുടെ പേര് പുണ്യനബി പറഞ്ഞു, ദോഷി എന്നാൽ കരുണയില്ല. നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇവിടെ രാജ്യല്ലേ, ഇവിടെ നീതിയില്ലേ, ഇവിടെ പോലീസില്ലേ? എന്തു ചെയ്തവനായാലും എന്തോ ചെയ്തു അയാൾ എന്തു ചെയ്തവനാണ്. രാജ്യമില്ലേ, നീതിയില്ലേ? ഒരു മനുഷ്യൻ അയാളുടെ വിശ്വാസപ്രകാരം സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പുണ്യനബി പുണ്യനബി എങ്ങനെ മനുഷ്യ അതിന് കഴിയുക? എങ്ങനെ ഇത് കഴിഞ്ഞു? എങ്ങനെ ചെയ്തു? എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? പൂജാമുറികളിലും മണ്ഡപങ്ങളിലും വിഗ്രഹങ്ങൾക്ക് മുന്നിൽ തപസ്സിരിക്കുന്നവരെ കണ്ടാലും വാളുയർത്തരുത് എന്ന് പുണ്യനബി പറഞ്ഞല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പടയെ അയച്ചപ്പോൾ പറഞ്ഞല്ലോ, ഖുർആൻ ഊന്നി പറഞ്ഞല്ലോ. അതായത് പൂജാമുറിയിലിരിക്കുന്നവരെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ മുന്നിൽ പരസ്യമായി ഇരിക്കുന്നവരെയോ കണ്ടാൽ പോലും വാളുയർത്തരുതെന്ന് പറഞ്ഞല്ലോ. അത് അവരുടെ വീക്ഷണപ്രകാരമുള്ള ഒരു സമാധാനത്തിന്റെ അർത്ഥനയാണ് എന്ന് പറയുന്നു. ഒരു മനുഷ്യൻ രാവിലെ തന്റെ കുടുംബത്തോട് കൂടെ പോയി പ്രാർത്ഥിച്ച് മടങ്ങി വരിക. നേരത്തെ പറഞ്ഞ ഫാദർ വിൻസെന്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു മലിനങ്ങളും പായലുകളും കെട്ടിക്കിടന്ന മനസ്സിന്റെ ശുദ്ധീകരണം, അതെന്തോ അത് ആ വിശ്വാസത്തിന്റെ സമാധാനല്ലേ? അതിനൊരു വകവെച്ചു കൊടുക്കണ്ടേ? ആ മനുഷ്യനെ മലർത്തിക്കിടത്തിയിട്ട് കൈവെട്ടിക്കളയും. തിരിച്ച് തന്റെ സ്വന്തം പ്രവാചകനെ കുറിച്ച് അപരാധം പറഞ്ഞു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു രാജ്യത്ത് നിയമമില്ലേ? രാജ്യത്ത് നിയമവും നീതിയും ഒക്കെ ഇല്ലേ? അത് നീതിയും നിയമവും സ്ഥാപിച്ച് അത് അതിന്റെ കസേരകളിൽ ഇരുത്തിയവർ പറയേണ്ടതല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? അതുകൊണ്ട് വിശ്വാസികളെ, അല്ലാഹുവിന്റെ ദീനിന് പൂർണ്ണമായ എതിരായ പ്രവർത്തനങ്ങളാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ലാ തുൻസഉർ റഹ്മതു ഇല്ലാ മിൻ ശഖീൻ. അത് കുടുംബത്തിന്റെ മധ്യത്തിൽ, ആ കുടുംബം ആ ആഘാതത്തിൽ നിന്ന് ഇന്നും വിട്ടുമാറിയിട്ടില്ല. നമ്മൾ ചിന്തിക്കണം. അത് ഒരു സമുദായത്തിന്റെ പേരിൽ വെച്ച് കെട്ടുകയും കൂടി ചെയ്യുകയാണ്. സമുദായം നൂറ്റാണ്ടുകൾ പുറകോട്ട് പോകും. ആരാണ് ഉത്തരവാദി? അല്ലാഹുവിന്റെ ദീനല്ല, വേദഗ്രന്ഥവുമല്ല, പുണ്യപ്രവാചകനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇത് വെച്ച് പിന്നെ മറ്റുള്ളവർ ഈ സമുദായത്തെ വിശദീകരിക്കും. ഇത് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന സമുദായം, സമരത്തിന്റെ സമുദായം. ഏറ്റവും വലിയ സമരങ്ങളുടെ ഏറ്റവും വലിയ നായകൻ സയ്യിദുനാ ഇബ്രാഹിം. ഖുർആൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സമര നായകൻ സയ്യിദുനാ ഇബ്രാഹിം. ഒരാളോടൊട്ട് യുദ്ധം ചെയ്തിട്ടുമില്ല സയ്യിദുനാ ഇബ്രാഹിം. അതാണ് വലിയ അത്ഭുതം. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ മാതൃക പിന്തുടരണം എന്ന് പറയുന്നു. ഇബ്രാഹിമാണ് ഏറ്റവും വലിയ സമരത്തിന്റെ ഏറ്റവും വലിയ സിംബൽ എന്ന് പറയുന്നു സയ്യിദുനാ ഇബ്രാഹിം. ഈ ഇബ്രാഹിം ആകട്ടെ ഒരാളോടും അതിക്രമം ചെയ്ത ആളല്ല. ഞാൻ വിശദീകരിക്കണില്ല. അല്ലാഹു നിങ്ങളെ മാധ്യമ സമുദായമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. വസത്ത് എന്ന വാക്കിന് എല്ലാ വ്യാഖ്യാതാക്കളും കൊടുത്തത് അൽ അദിൽ, നീതിയുടെ സമുദായം എന്നാണ്. പക്ഷെ നമുക്ക് നല്ല മനസ്സ് തരട്ടെ. നോക്കൂ, എല്ലാവരും എന്റെ കൂടെ വരണം. നിങ്ങൾ മറ്റുള്ള ജനങ്ങൾക്ക് സാക്ഷികളാണ്. എല്ലാവരും നിങ്ങളെ കണ്ട് പഠിക്കേണ്ടവരാ, നിങ്ങളിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളേണ്ടവരാണ്. നിങ്ങളാരാ? ഉമ്മത്തുൻ വസത്താണ്. അഥവാ നിങ്ങൾ മധ്യ സമുദായമാണ്. അൽ വസത്ത് എന്ന വാക്കിന് എല്ലാവരും അൽ വസത്തു അൽ അദ്ലു എന്ന നീതിയാണ്. ഖുർആന്റെ ഏറ്റവും വലിയ നവോഠയാണല്ലോ, ഖുർആന്റെ ഏറ്റവും വലിയ അലങ്കൃത അധ്യായം സൂറത്തുർ റഹ്മാൻ. എന്താ പറഞ്ഞത്? റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ميزان ألا تطغوا في الميزان.
ആകാശങ്ങളിലേക്ക് നോക്കൂ. ആകാശങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഉണർത്തിയിട്ട് പറയുക, ആകാശങ്ങളിലേക്ക് നോക്കൂ. അവിടെ ഒരു അനീതിയും നടക്കുന്നില്ല. ആ അനീതികൾ അവിടെ നടക്കാത്തത് കൊണ്ടാണ് അവ കൊണ്ട് കോടാനക്കോടി നക്ഷത്രത്തിന്റെ അവിടെ ധാർമ്മികമായി അവ ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഭൂതലം മനോഹരമായി ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആകാശം നിങ്ങൾക്ക് പാഠമാണ് എന്ന് ഖുർആൻ പറയുന്നു. അർ-റഹ്മാന്റെ ഏറ്റവും ഉന്നതമായ ഭാഗമാണ്. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീതിയാണ്. നീതിക്കെതിരെ ഇസ്ലാം ഒരിക്കലും ഒന്നും അംഗീകരിക്കില്ല. നീതിയ പ്രധാനം. ആരോടും ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ എന്റെ മുസ്ലിമീങ്ങളെ. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ചരിത്രങ്ങളിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. വളരെ നമ്മൾ ആലോചിക്കണം. ഒരിക്കൽ ഒരു യഹൂദി കേസ് കൊടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ കേസ് കൊടുത്തു. ഒരു ചണ്ടയുണ്ടായി, ഒരു അഭിപ്രായക്കേടുണ്ടായി. ജൂതനും അലി ഇബ്നു അബീ ത്വാലിബും തമ്മിൽ കേസ് കൊടുത്തു. ആരുടെ കോടതിയിൽ? സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു കേസെടുത്തു. അങ്ങനെ വാദിക്കാനായപ്പോൾ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് രണ്ടാളെയും വിളിച്ചു, അരികിലേക്ക് വിളിച്ചു. രണ്ടാളെയും, ജൂതനെയും വിളിച്ചു, അലി ഇബ്നു അബീ ത്വാലിബിനെയും വിളിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് പ്രവാചക കുടുംബത്തിന്റെ ശ്രേഷ്ഠൻ. അവിടെ നിന്നാണ് അഹ്ലുൽ ബൈത്ത് തുടങ്ങുന്നത്. സയ്യിദുനാ അലി, സയ്യിദുനാ അലി, അവിടെ നിന്നാണ് അഹ്ലുൽ ബൈത്ത് തുടങ്ങുന്നത്. അഹ്ലുൽ ബൈത്തിന്റെ തുടക്കമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ എതിരെ കേസ് കൊടുത്തു. ഒരു ജൂതൻ കേസ് കൊടുത്തു ഉമർ ബിൻ ഖത്താബിന്റെ കോടതിയിൽ. ശ്രദ്ധിക്കണം. അങ്ങനെ കേസെടുക്കുക. ജഡ്ജിയാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജൂതനെ വിളിച്ചു, അലിയെ വിളിച്ചു. അലി വന്നു. ജൂതൻ നേരത്തെ വന്നിട്ടുണ്ട്. അലി വന്നു. ജൂതനെ കണ്ടപ്പോൾ, അലിയെ കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, ഖിഫ് ബിജിബാരി ഖസ്മിക്, അയാൾ അടുത്തേക്ക് തന്നെ നീങ്ങി നിൽക്ക്, എനിക്ക് നിന്നെ വിചാരണ ചെയ്യാനാണ്. അയാൾ അടുത്തേക്ക് നീക്കി നിർത്തി. യാ അബൽ ഹസൻ ഖിഫ് ബിജിബാരി ഖസ്മിക്, നിന്റെ ആരാണ് നിനക്കെതിരെ കേസ് കൊടുത്ത ആ ജൂതന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്ക്, എനിക്ക് നിന്നെ രണ്ടാളെയും വാദിയായും പ്രതിയായും ഒരേ തട്ടിലല്ലാതെ ജഡ്ജി നോക്കാൻ പാടില്ല. അതുകൊണ്ട് അബു ഹസനെ, യാ അബൽ ഹസൻ, അബു ഹസനെ, ഹസന്റെ വാപ്പാന്നർത്ഥം. അത് ഓമന പേരാണ്, അതൊരു ഭംഗിപ്പേരാണ്. ആരുടെ? സയ്യിദുനാ അലി റളിയല്ലാഹു. യാ അബൽ ഹസൻ, അബു ഹസനെ, നിങ്ങൾ അടുത്തേക്ക് നീങ്ങി നിൽക്ക്, ഈ ജൂതന്റെ അരികിലേക്ക് നീങ്ങി നിൽക്ക്, എനിക്ക് നിന്നെ വിചാരണ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫഗളിബ അലി, അലി ഇബ്നു അബീ ത്വാലിബിന് ദേഷ്യം വന്നു. നീങ്ങി നിന്നു, ദേഷ്യം വന്നു. വിധി കഴിഞ്ഞു. ശ്രദ്ധിക്കണേ, ഇത് വളരെ വലിയൊരു സംഭവമാണ്. വിധിയൊക്കെ പ്രസ്താവിച്ചു, കേസ് കേട്ടു, വിധിയൊക്കെ പറഞ്ഞു, എല്ലാം കഴിഞ്ഞു, പിരിഞ്ഞു. എല്ലാം കഴിഞ്ഞതിൽ പിന്നെ അന്ന് തന്നെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അലിയാരെ അലി ബിൻ വീട്ടിൽ പോയി കണ്ടു. നിനക്കെന്ത് ദേഷ്യം വന്നല്ലോ അലി, നിങ്ങൾക്ക് എന്റെ ദേഷ്യം വന്നല്ലോ. നിങ്ങളോട് ഞാൻ ആ ജൂതന്റെ അരികിലേക്ക് നീ നിൽക്കേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടുവോ? അത് ജഡ്ജിയുടെ ബാധ്യതയായതുകൊണ്ട് പറഞ്ഞതാ, ഒന്നും വിചാരിക്കരുത് എന്ന് വീട്ടിൽ പോയി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്നെ ജൂതന്റെ അരികിലേക്ക് നീങ്ങി നിൽക്കുക എന്ന് പറഞ്ഞത് കൊണ്ടല്ല എനിക്ക് നിങ്ങളോട് ദേഷ്യം വന്നത്. അബുൽ ഹസൻ, നിങ്ങൾ എന്നെ അപ്പോൾ അബുൽ ഹസൻ എന്നാണ് വിളിച്ചത്, എന്നതുകൊണ്ടാണ് ദേഷ്യം വന്നത്. നിങ്ങൾ എന്നെ അവിടെ വിളിക്കേണ്ടത് യാ അലി എന്നാണ്. ചിന്തിക്കണം. നിങ്ങൾ എന്നെ പേര് വിളിച്ചപ്പോൾ ബഹുമാനിച്ചു, നിങ്ങൾ എന്നെ പേര് വിളിച്ചപ്പോൾ ബഹുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ ബഹുമാനിച്ചാൽ എന്റെ ശത്രുവിന് നീതി കിട്ടില്ല എന്നെനിക്ക് തോന്നിപ്പോയി. ഈ ജൂതന്റെ മുന്നിൽ അയാളും ഞാനും ഒരേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമല്ലേ ഈ സമയം? ആ സ്ഥലത്ത് വെച്ച് നിങ്ങൾ എന്നെ ബഹുമാനിച്ച് പേര് വിളിച്ചപ്പോൾ ഈ ജഡ്ജ്മെന്റിൽ നിങ്ങൾ എന്നെ ബഹുമാനിക്കുമോ? അങ്ങനെ ഈ ജൂതന് നീതി കിട്ടാതിരിക്കുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത് എന്ന് സയ്യിദുനാ അലി. ഇതാണ് ഇസ്ലാം, ഇതാണ് ദീനുൽ ഇസ്ലാം, ഇതാണ് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം. ഈ ഒരു സംസ്കാരമാണ് സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ ലോകത്ത് ഏറ്റവും വലിയ നീതിയെ കുറിച്ച് പറഞ്ഞ പ്രത്യയശാസ്ത്രമാണ്. قد أرسلنا رسلنا بالبطش وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط. ജനങ്ങൾ നീതിയോടുകൂടെ വർത്തിക്കണം. നീതിയാണ് പ്രധാനം.
നീതി നടപ്പിലാക്കേണ്ടതോ നീതി നടപ്പിലാക്കേണ്ടത് പബ്ലിക്കിൻ്റെതല്ല. പബ്ലിക് നീതിയോട് സഹകരിച്ചാൽ മതി. നീതിയുടെ കാർമ്മികത്വം വഹിക്കേണ്ടത് ഭരണാധികാരികളാണ്, ജഡ്ജിമാരാ വിധി കൽപ്പിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കണം, ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസ് ബിമാ അറാകല്ലാഹ് വലാ തകുൻ ലിൽ ഖാഇനി മാ. അല്ലാഹുവിന്റെ പുണ്യനബിയോട് അല്ലാഹു പറഞ്ഞു, നീതിയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എവിടെയും ശത്രുതയില്ല, കിടമത്സരമില്ല. ശത്രുത കാട്ടുകയാണെങ്കിൽ കാട്ടേണ്ടത് മക്കാരോടല്ല. എന്തായിരുന്നു സാഹചര്യം? അമൂർത്തപാഠം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതിവെമ്പലോട് താൻ കുളിപ്പിപ്പടിനായി മുതിർന്നു തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി ചിരുത്തി ചളിപ്പോക്കുവാനായി നിറഞ്ഞ കുംഭോടകമോടുകൂടെ താതന്റെ ഗാത്രങ്ങളിലാ പഠിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണുനീരും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ മുന്നിൽ സുജൂദിൽ വന്നപ്പോൾ പുണ്യനബിയെ ശിരസ് മുതൽ കാൽപ്പാദം മുതൽ ശിരസ് വരെ മണ്ണിട്ട് മൂടിയ ഖുറൈശികളായിരുന്നില്ലേ? എന്തൊക്കെയാ ചെയ്തത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നപ്പോൾ മറ്റൊരിക്കൽ അവിടുത്തെ കഴുത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല എറിഞ്ഞവരായിരുന്നില്ലേ അവർ? പിന്നെയോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അവിടുത്തെ ഏറ്റവും വലിയ ശക്തിയുടെ സ്രോതസ്സായിരുന്ന അഫ്ളലു ശുഹദാഇ ഫൗഖൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ഖാല റസൂലുള്ളാഹി. അങ്ങനെയുള്ള സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹുവിനെ നാം ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അരിഞ്ഞ് വീഴ്ത്തിയിട്ട് ചതിയിൽ കൊലപ്പെടുത്തിയിട്ട് പുണ്യനബി കാണുക അവിടുത്തെ നെഞ്ച് വെട്ടിപ്പിളർത്തിയില്ലേ? എന്നിട്ട് കരളെടുത്തിട്ട് അത് ചവച്ച് തുപ്പി പുണ്യനബിയുടെ ഭാഗത്തേക്ക് എറിഞ്ഞില്ലേ? എന്തൊക്കെ! ബഹുമാനപ്പെട്ട സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മൂക്കരികയും അത് മാലയാക്കി അണിയുകയും ചെയ്തില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചെവി അരിഞ്ഞിട്ട് അതവർ വളയാക്കി ഉപയോഗിക്കുകയും ചെയ്തില്ലേ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള സംഘത്തെ 8ാമത്തെ കൊല്ലം 7ാമത്തെ കൊല്ലം എന്ന് പറയാം. ഉഹദ് കഴിഞ്ഞ് 7ാമത്തെ കൊല്ലം നേരിട്ട് കാണുകയാണ് സയ്യിദുന മുഹമ്മദ്. എന്താ ചെയ്യുന്നത്? 7മല്ല 6ാമത്തെ കൊല്ലം എന്താ ചെയ്തത്? നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? അപ്പോൾ പറഞ്ഞു, അന്ത അഖുൻ കരീം വബിനു അഖിൻ കരീം. നിങ്ങൾ മാന്യനായ സുഹൃത്താണ്, നിങ്ങളിൽ ഞങ്ങൾ മാന്യത പ്രതീക്ഷിക്കുന്നു. മാന്യനായ സ്നേഹിതന്റെ സഹോദരന്റെ മകനാണ്, മാന്യത മാത്രം പ്രതീക്ഷിക്കുന്നു എന്നവർ പുണ്യനബിയോട് പറഞ്ഞു. സല്ലല്ലാഹു ഇദ്ഹബു, പൊയ്ക്കോളൂ, നിങ്ങൾ ഇന്ന് വിമോചിതരാണ് എന്ന് പുണ്യനബി അവരോട് തിരിച്ചു പറഞ്ഞു. പൊയ്ക്കോളൂ, ഒരു അബദ്ധം വരില്ല, ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, ആരും നിങ്ങളൊന്നും ചെയ്യില്ല. കഠാരെടുത്ത് കുത്താൻ വേണ്ടി മുന്നോട്ട് ചാടിയില്ലേ ഒരാൾ പുണ്യനബിയുടെ മുന്നിൽ? അയാൾ കഅബാലയത്തിന്റെ ഖില്ലകളിൽ മറഞ്ഞു നിൽക്കുകയും ചെയ്തില്ലേ? എന്നിട്ട് പുണ്യനബിയെ കുത്താൻ വേണ്ടി അയാൾ മുന്നോട്ട് ചാടിയപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് ഫത്വാഹ സൈഫു മിൻ യദിഹി, കയ്യിൽ നിന്ന് കത്തി വീണുപോയി, കഠാര വീണുപോയി. പുണ്യനബി പുഞ്ചിരിച്ചുകൊണ്ട് വന്നു. അയാൾക്ക് ഉറപ്പാണ് മക്കയിലെ ചക്രവർത്തിയാണെന്ന് മുഹമ്മദ് നബി, അല്ലെങ്കിൽ ചക്രവർത്തി സ്ഥാനത്ത് പറയാവുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ചക്രവർത്തിയെക്കാൾ വലിയ സ്ഥാനത്താണ്, ഈ ലോകത്താരെക്കാളും വലിയ സ്ഥാനത്താണ് പുണ്യനബിക്ക് അവരുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് പുണ്യനബിയും ഉള്ളത്. ആ സമയത്ത് പുണ്യനബി പുഞ്ചിരിച്ചു കൊണ്ട് വന്നില്ലേ? ഇത്തഖില്ലാ, പടച്ചോനെ പേടിക്ക്, ലാ തഖഫ്, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അയാളാകെ ബേജാറായപ്പോൾ അയാളെ നെഞ്ചിന് തടവി കൊടുത്തു, പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ പഠിപ്പിച്ചില്ലേ? അങ്ങനെയുള്ള ഒരു സാമൂഹിക നീതി ലോകത്തെ കാണിച്ചില്ലേ സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ ബാക്കി പത്രമായ നമ്മൾ കഅബാലയത്തിന്റെ മുന്നിൽ വന്നു. കഅബാലയത്തിന്റെ മുന്നിലുള്ളവർക്ക് മാപ്പ് കൊടുത്തു. താക്കോല് വാങ്ങിയിട്ട് താക്കോല് തിരിച്ചു കൊടുത്തു. ഒരു കാലത്ത് ആ കഅബാലയം ഒന്ന് തുറന്നു കാണാൻ വേണ്ടി പലപ്പോഴും കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നില്ലേ? പിന്നാലെ നടന്നിരുന്നില്ലേ ആ കഅബാലയം എനിക്കൊന്ന് തുറന്നു കിട്ടാൻ വേണ്ടി?
അവസാനം പുണ്യനബി ആട്ടി ഓടിക്കുമ്പോൾ പറഞ്ഞിരുന്നു, എന്നെ ഒരിക്കൽ എന്റെ സമ്മതമില്ലാതെ ഈ താക്കോൽ എടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. ആ കാലം വന്നല്ലോ. എന്നിട്ടോ ആ താക്കോൽ കൈവശം വെച്ചില്ല. ആരാണോ താക്കോൽ കയ്യാളി, അയാളുടെ കൈക്ക് തന്നെ താക്കോൽ തിരിച്ചേൽപ്പിച്ചു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ ഇതാണ് ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിന്റെ സന്ദേശമാണ് സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചിട്ടുള്ളത്.